ഹായ് ഫ്രണ്ട്സ്, എ ആൻഡ് എ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിൻ്റെ കാഴ്ചകളാണ്. നമ്മുടെ പെരിയാറിൻ്റെ ഇരു കരകളിലായിട്ട് അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിനെയും കാഞ്ചിയാർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലത്തിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ നമ്മുടെ സുന്ദരിയായ പെരിയാറിൻ്റെ കാഴ്ചകളും ആട്ടോ. അപ്പോൾ ഞങ്ങൾ അക്കരയിൽ നിന്ന് നടന്ന് ഇക്കരെ വന്നതിന് ശേഷമുള്ള വീഡിയോ ആയിട്ട് ഞാൻ എടുക്കുന്നത്. കാരണം എനിക്ക് പാലത്തെ കൂടെയൊക്കെ നടന്നു വരാൻ ഭയങ്കര ധൈര്യമായിരുന്നു കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് പാലത്തിലെ കാഴ്ചകളൊന്നും അധികം പകർത്താനായിട്ടുള്ള ഇതില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ താഴെ വന്ന് ഞങ്ങൾ നടന്ന് ഈ വെള്ളത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ നടന്നു പോകുന്ന കേട്ടോ. പക്ഷെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒന്നും എനിക്ക് അത്ര വലിയ പേടിയൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഒരുപാട് വെള്ളമൊക്കെ കിടക്കുന്ന കണ്ടിങ്ങത്തേക്കും ഭയങ്കര ഒരു പേടിയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇവിടെ ചെന്നിട്ടുണ്ട്. ഇവിടെ കുറേ വെള്ളം കയറി കിടപ്പുണ്ട് കേട്ടോ. അപ്പം വളരെ അപ്രതീക്ഷിതമായ സാഹചര്യത്തിലാട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഇതിന് മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ അന്നൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇതുകൊണ്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ തൂക്കുപാലം കാണുന്നത്. അപ്പോൾ അതിന് തൊട്ട് താഴെ നമ്മുടെ പെരിയാറും ഉണ്ട്. ഇങ്ങനെ ഓളം തള്ളി ഇതുകൊണ്ട് ഓളം അടിക്കുന്ന നമുക്ക് കാണാവേ. പിന്നെ ഇവിടെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഈ വെള്ളത്തിൽ കുറേ മീനുകളെയൊക്കെ കാണാൻ പറ്റി. പക്ഷെ ഒത്തിരി വെയിലൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് വെള്ളത്തിൽ മേഘത്തിൻ്റെ നിഴൽ കാണാം കേട്ടോ. നല്ല രസമായിരുന്നു അവിടെ പോയി നമുക്ക് നിൽക്കാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും നീളമേറിയ ഒരു തൂക്കുപാലം എന്നാണ് ഈ അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിനെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പ്രശസ്തമായ ഒരു ശാസ്താ ക്ഷേത്രവും ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് പോണ വഴി എവിടെയാണെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല. ഈ വെള്ളം ഇപ്പോൾ ഈ വെള്ളം ഇറങ്ങി കിടക്കുമ്പോൾ നമുക്കിതിലേപോലെ ഒരു ചെറിയൊരു കലുങ്കൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അതിലെയാണ് നമുക്ക് അക്കരെ ഇക്കരെ ഈ വെള്ളമില്ലാത്തപ്പോൾ നമുക്ക് നടന്ന് കയറാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ടൊരു വള്ളം കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്തോട്ടൊന്ന് നടന്നു പോയി. ഇതിലൂടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വഴികളുണ്ട് കേട്ടോ വണ്ടി ഓടുന്നത്. പക്ഷേ ടാറിങ് ഒന്നുമല്ല. അങ്ങനെ ഇത് കണ്ടു, ഇതേ വള്ളം കിടക്കുന്നു. ഇതിൻ്റെ ഒത്തിരി അടുത്തോട്ട് നമുക്ക് പോകത്തില്ല കേട്ടോ, കാരണം അതിൻ്റെ ചതുപ്പൊക്കെയാണ്. കാരണം വള്ളം കെട്ടിയിട്ടേക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ വള്ളമൊക്കെ കണ്ട് വീണ്ടും തിരിച്ച് ഇക്കരെ കയറി വീണ്ടും തിരിച്ച് ഞങ്ങൾ ഇറങ്ങിപ്പോയ സ്ഥലത്ത് തന്നെ വീണ്ടും തിരിച്ച് വന്നു കേട്ടോ. ഇത്രയും നീളമുണ്ട് കേട്ടോ. നമുക്ക് ദൂരെ താഴെ നോക്കുമ്പം പേടിയൊന്നും തോന്നത്തില്ല, പക്ഷെ അതിൽ കയറി കഴിയുമ്പോഴാണ് ഭയങ്കരമായിട്ട് പേടി തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ വന്ന് ഇനി ഇവിടുന്ന് അക്കരയ്ക്ക് നടക്കണം കേട്ടോ ഈ പാലത്തെ കൂടെ. പക്ഷേ എനിക്കാണെങ്കിൽ ഭയങ്കര ധൈര്യം കാരണം കൊണ്ട് ഇതിൽ പോകുന്ന കാര്യം ചിന്തിക്കാനും കൂടിയും വേല. പക്ഷേ ഇക്കരെ വന്നതല്ലേ, ഇനി അക്കരെ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇവിടുന്ന് ഇത് കണ്ട് ഇതേ അക്കരെ നടക്കണം. അപ്പോൾ ഇതേ നമ്മുടെ കുട്ടികൾ അവിടെ കുറച്ച് കുട്ടികൾ അവിടെ നീന്തിയൊക്കെ എന്നൊക്കെയുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ തൂക്കുപാലത്തിൻ്റെ മൊത്തത്തിൽ വരുന്നത്. ഇതിലൂടെ കുറച്ച് ദൂരം നടക്കാൻ നമുക്ക് പേടിയൊന്നുമില്ല. അങ്ങനെ ഇതുകൊണ്ട് രണ്ട് വലിയ തൂണ് അക്കരെ ഇക്കരയായിട്ട്, ആ തൂണിൽ വടത്തേലാണ് നമ്മുടെ ഈ പാലം നിൽക്കുന്നത്. പക്ഷെ നല്ല രസമായിട്ട് ഈ വെള്ളം ഒരുപാടുള്ള സമയത്ത് തന്നെ ഇത് വന്ന് കാണണം കേട്ടോ ഈ കാഴ്ച. അത്രയ്ക്ക് സുന്ദരമായിട്ടുള്ള ഒരു ഇതാണ്. ചെറിയൊരു തണുപ്പ്, ഒരുപാട് ചൂടൊന്നും ഇല്ല കേട്ടോ, നല്ലൊരു തണുപ്പും അതുപോലെ നല്ല സുന്ദരമായൊരു കാലാവസ്ഥയും കൂടെയാണ്. അപ്പോൾ ഇനി മുന്നേ ഞങ്ങൾ വന്ന സമയത്ത് ഇത്രയും വെള്ളമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതിൻ്റെ പകുതിയുടെ പകുതി പോലും വെള്ളമില്ലായിരുന്നു. പിന്നെ ഒരുപാട് സാഹസികരൊക്കെ ആയിട്ടുള്ളവർക്കൊക്കെയാണ് ഈ പാലത്തെ കൂടെ കയറി നടന്ന് അക്കരെ ഇക്കരെയൊക്കെ നടന്ന് പോകാം കേട്ടോ. പിന്നെ ഞങ്ങൾ അക്കരയിൽ നിന്ന് നടന്ന് ഇക്കരെ എത്തി കേട്ടോ. അപ്പോൾ ഇക്കരെ ഭാഗത്തെത്തി. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം മാത്രം ഞാൻ ഇവിടുന്ന് നടന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പാലത്തെ കൂടെ. കാരണം ഇത് വലിയ താഴ്ചയില്ലാത്ത ഭാഗമായിരുന്നു. അക്കരെ മുകളിൽ നിന്നൊക്കെ നോക്കി നമുക്ക് പേടിയാവുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ ഇട്ട സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടെയൊക്കെ വെള്ളം നമുക്ക് എന്തോരം കണ്ടാലും ഇവിടെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടാൽ മതി വരാത്തവർക്കൊക്കെയാണ് ഇങ്ങനെ വന്ന് ഒത്തിരി സമയങ്ങൾ നമുക്ക് ഇവിടെ ഇരിക്കാം കേട്ടോ. ഭക്ഷണമൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നിരുന്ന് കഴിച്ചിട്ട് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് വീട്ടിൽ പോകാം. പക്ഷേ വെള്ളത്തിലിറങ്ങാനൊന്നും ആരും നോക്കരുത്. നീന്തൽ അറിയത്തില്ലാത്തവരൊന്നും വെള്ളത്തിലിറങ്ങരുത്. കാരണം അതൊക്കെ നമ്മളൊരു അപകടം വരുത്തി വെക്കുമല്ലേ. നീന്തൽ അറിയുന്നവർക്കാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഇതാണ് ഇവിടുത്തെ ആ ക്ഷേത്രത്തിൻ്റെ ആ ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് മേഘങ്ങളും എല്ലാം നല്ല രസമാട്ടോ കാണാനായിട്ട്.
പിന്നെ ഇതിൻ്റെ ചുറ്റുപാട് നമുക്ക് നടന്ന് കാണാം കേട്ടോ. പാലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് നടന്ന് കാണാനായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ കാണാൻ ചെല്ലുന്നവർ വെള്ളത്തിലേക്കൊന്നും ദയവായിട്ട് ഇറങ്ങരുത്. അതുപോലെ തന്നെ മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാതെ പ്രത്യേകം സൂക്ഷിക്കണം. വീണ്ടും ഞാൻ ഒന്നുകൂടി പാലത്തിൻ്റെ സൈഡിലേക്ക് ഒന്ന് വന്ന് നിന്ന് വീഡിയോ എടുത്തു. വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് ധൈര്യം ഉണ്ടായിരുന്നു പാലത്തിൻ്റെ സൈഡിലൊക്കെ വന്ന് നിൽക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ല രസമാട്ടോ. നമുക്ക് എന്തോരം കണ്ടാലും മതി വരത്തില്ല ഇങ്ങനത്തെ കാഴ്ചകൾ. എനിക്കിങ്ങനെയുള്ള കാഴ്ചകളൊക്കെ പൊതുവിൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പാലത്തിൽ കയറുക അങ്ങനെയൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല. പക്ഷേ ഇങ്ങനെയുള്ളത് കാണാനൊക്കെ ഇഷ്ടമാണ്. ഞാൻ അതിൻ്റെ പുറത്ത് നിന്ന് പാലത്തെ ഫുള്ളായിട്ടൊന്ന് വീഡിയോ എടുക്കുക കേട്ടോ. ഇതിന് മുന്നേ വന്ന സമയത്ത് ഞങ്ങൾ ഈ പാലത്തിൻ്റെ അക്കരത്തെ ആ തൂണലൊരു തേനീച്ചക്കൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ തവണ വന്നപ്പോൾ അതൊന്നും കണ്ടില്ല. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടമുള്ളവർക്കാണ് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇത് ഞങ്ങൾ അപ്പുറയിൽ നിന്ന് വന്നിറങ്ങി വേറൊരു ഭാഗത്തേക്ക് ഇറങ്ങി വന്നതാണ് കേട്ടോ. ഇവിടെയൊക്കെ റോഡിലേക്കൊക്കെ കുറച്ച് വെള്ളം കയറി കിടപ്പുണ്ട്. ഇതുണ്ട് ഇവിടെ റോഡിലേക്ക്. ഞാൻ അങ്ങോട്ട് അധികം അടുത്ത് പോയില്ല. ഇവിടെയെല്ലാം വെള്ളം കിടന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴുകി പോകുന്നതിൻ്റെ കാണാവേ. ശാന്തമായിട്ട് ഒഴുകി പോവുക. പക്ഷെ ഇതിനകത്തൊക്കെ മീനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവിടെ വരെയും പോയിട്ട് വീണ്ടും തിരിച്ച് പോകുന്ന കേട്ടോ. അപ്പം മേഘങ്ങളും വെള്ളമൊക്കെ കണ്ട് നല്ല രസമാട്ടോ. അപ്പം വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ മലിനമാക്കാതെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇടുന്ന വേസ്റ്റുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് നിക്ഷേപിക്കാതെ നമ്മളത് വേസ്റ്റ് ബിന്നിലൊക്കെ ഇടണം. കാരണം ഇവിടെയൊക്കെ പരിസരത്തൊക്കെ വേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഇത്രയും നല്ല വൃത്തിയോടെ ഒഴുകുന്ന പുഴേനെ മലിനമാക്കാതെ ഇരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള ഇപ്പോൾ ഒന്നൊരു വീഡിയോ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ.